കടയ്ക്കൽ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ ഡ്രസ് ബാങ്കിൽ പുതിയ ഡ്രസ്സുകൾ നിറച്ചു. റോട്ടറി ക്ലബിലേക്കുള്ള റോട്ടറി ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ആശുപത്രിയിൽ ഈ കാരുണ്യ പ്രവർത്തനം നടത്തിയത്. 4 വർഷം മുമ്പ് കടയ്ക്കൽ റോട്ടറി ക്ലബ്ബ് തന്നെയാണ് ഈ പദ്ധതി ആശുപത്രിയിൽ നടപ്പിലാക്കിയത്. അപകടങ്ങളിൽപ്പെട്ടും മരണമടഞ്ഞും എത്തുന്ന നിരവധി പേർക്ക് ഉപയോഗപ്പെടുത്തുവാനാണ് ഇവിടെ ഇത്തരം ഒരു ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചത്. വസ്ത്രങ്ങൾ തീരുന്ന മുറയ്ക്ക് വീണ്ടും നിറയ്ക്കുകയാണ് പതിവ്. റോട്ടറി ക്ലബിന്റെ ഗവർണേഴ്സ് വിസിറ്റ് ആണെന്ന്. ഗവർണേഴ്സ് വിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഡിസ്ട്രിക്ട് ഗവർണർ ഓരോ ക്ലബ്, നമ്മുടെ റോട്ടറി ഡിസ്ട്രിക്റ്റില് 120ഓളം ക്ലബ്ബുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കടയ്ക്കൽ റോട്ടറി ക്ലബിൽ സന്ദർശിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ ദിവസം നമ്മുടെ നാടിനു വേണ്ടി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ കാണുകയും അത് സാക്ഷ്യം വഹിക്കുകയൊക്കെ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു ഡ്രസ് ബാങ്ക് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീരുന്നതനുസരിച്ച് ക്ലബ്ബ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എത്തിയതാണ്. അപ്പോൾ അതിന് എല്ലാ റോട്ടറി ക്ലബ്ബ്, കടയ്ക്കൽ റോട്ടറി ക്ലബ്ബിലെ എല്ലാ മെമ്പർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് റോട്ടറിയൻ സന്തോഷ്, ഡോക്ടർ സന്തോഷ്, സെക്രട്ടറി റോട്ടറിയൻ പ്രദീപ്, പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മുടെ അത് പറയാതിരുന്നു. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഏറ്റവും സത്രംഗി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ നടത്തുന്നത്. സത്രംഗി എന്ന് പറയുമ്പോഴത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, അങ്ങനെ ഉള്ള എല്ലാ ജീവിത ശൈലി രോഗങ്ങൾക്കും പ്രതിവിധിയും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ക്യാമ്പുകളും ഒക്കെ നടത്തുകയാണ് ഈ വർഷത്തെ പദ്ധതി. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുമിത്രൻ സാർ, കടയ്ക്കൽ റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് സന്തോഷ് സാർ, മറ്റ് സഹപ്രവർത്തകരെ, ഇന്ന് ഈ ഡ്രസ് ബാങ്കിലോട്ട് ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്ത ഇതിന്റെ പ്രവർത്തകർക്ക് ഈ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ അതിന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ഞാൻ ആശിച്ചുകൊണ്ട് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റെ ഇൻസ്റ്റലേഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്ന പോലെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടുന്ന ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലബ്ബ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കടയ്ക്കൽ ഒരു ഡ്രസ് ബാങ്ക് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡ്രസ് ബാങ്ക്. തീരുമ്പോൾ നമ്മൾ അതിനാവശ്യമായ ഡ്രസ്സുകൾ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തവണ വന്നപ്പോൾ നമുക്ക് അവർക്ക് പ്രത്യേകിച്ച് ഈ വലിയ ഡ്രസ്സുകളൊന്നും വേണ്ട, വെള്ള തുണി, തോർത്ത് മുതലായ സാധനങ്ങൾ, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോഴതാണ്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇന്ന് നമ്മുടെ DGയുടെ വിസിറ്റിന്റെയും നമ്മുടെ ഇൻസ്പെക്ഷൻ ഡേയും ഒക്കെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് DG ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാർഡിയോളജിസ്റ്റ് ആയ DG തന്നെ നമുക്ക് കിട്ടിയെന്നുള്ളൊരു വലിയ ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു സേവന പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കുള്ള ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, ഇനിയും അതുപോലെയും ഇനി കൂടുതലായിട്ടുമുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി വേറെ 6 മാസം കൂടി നമ്മുടെ ടേണറുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ വരും. അവരും ഇതുപോലെ തന്നെ നല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അതിനെ ഇനി പ്രതീക്ഷിക്കാം. ഓക്കെ. റോട്ടറി ഗവർണർ ഡോക്ടർ സുമിത്രൻ, ഡോക്ടർ സ്മിത സുമിത്രൻ, കടയ്ക്കൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് സെൻ, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് സെൻ, ട്രഷറർ N കുമാർ, ആശുപത്രി RMO ഡോക്ടർ ഹരിലാൽ, ഡോക്ടർ ആതിര എന്നിവർ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. നിരവധി ക്ലബ് ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു.